ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈദ്യുതിയുടെ ലോകം എന്ന 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൽ നിന്നും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ സയൻസിൻ്റെ 2 ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ വൈദ്യുതി എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ് അല്ലേ? പല ഊർജ്ജ രൂപങ്ങളിലേക്ക് എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. അപ്പോൾ വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ്. ഈ വൈദ്യുതിയെ എങ്ങനെ നമുക്ക് പല ഊർജ്ജ രൂപങ്ങളിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്നു? ഈ ബോക്സിൽ വൈദ്യുത സ്രോതസ്സുകൾ, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുതി സ്രോതസ്സുകൾ. അപ്പോൾ എന്താണ് വൈദ്യുതി സ്രോതസ്സുകൾ? വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ല് തുടങ്ങിയ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ. വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചു വയ്ക്കുന്നു. നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് വൈദ്യുതിയുടെ ലഘുചരിത്രം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് വൈദ്യുതി. ഒരുതരം മരക്കറ ഉറച്ചു ഉണ്ടാവുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്നു കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. അപ്പോൾ ഇതാണ് വൈദ്യുതിയുടെ ചരിത്രം. ഇവിടെ LED ലൈറ്റിനെ കുറിച്ചും CFLനെ കുറിച്ചുമാണ് പറയുന്നത്. നമുക്ക് നോക്കാം. LED ഫുൾ ഫോം എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്ന സാധാരണ ഇലക്ട്രിക് ബൾബുകളെ സഹായിക്കുന്നു. അപ്പോൾ LED എന്താ? ഊർജ്ജ ലാഭത്തിന് വളരെ അധികം നമ്മളെ സഹായിക്കുന്നു. സാധാരണ ഇലക്ട്രിക് ബൾബുകളേക്കാൾ ഊർജ്ജം കുറവ് മതി CFLന്. സമീപകാലം വരെ CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFLനേക്കാളും ഊർജ്ജം കുറഞ്ഞതാണ് ഏത്? LED ബൾബുകൾ. പുതിയ തലമുറ LED ബൾബുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ CFLനേക്കാളും നമുക്ക് യൂസ്ഫുൾ ഏതാണ്? അത് LED ബൾബുകൾ. വൈദ്യുത സർക്യൂട്ട് എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് വൈദ്യുത സർക്യൂട്ട്? വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. അടുത്ത ബോക്സ് തന്നിരിക്കുന്നത് അടഞ്ഞ സർക്യൂട്ട്, തുറന്ന സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ട് അഥവാ ക്ലോസ്ഡ് സർക്യൂട്ട്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ സ്വിച്ച് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആകുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകുന്നു, സ്വിച്ച് ഓഫ് ആകുമ്പോൾ സർക്യൂട്ട് തുറന്നാകുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഇലക്ട്രിസിറ്റി വരുന്നത്. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചാലകങ്ങളും ഇൻസുലേറ്ററുകളുമാണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ. അപ്പോൾ വൈദ്യുതി കടത്തിവിടുന്നത് ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്റേഴ്സ്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. അപ്പോൾ വൈദ്യുത ചാലകങ്ങൾക്ക് ഉദാഹരണമാണ് ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം. ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക് തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്. അപ്പോൾ ഇൻസുലേറ്ററുകൾക്ക് ഉദാഹരണം, അതായത് വൈദ്യുതി കടത്തി വിടാത്തതിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക് തുണി തുടങ്ങിയവ ഇൻസുലേറ്റേഴ്സാണ്.
ഇനി നമുക്ക് അടുത്ത ബോക്സിൽ ലോഹങ്ങളെക്കുറിച്ച് തന്നിട്ടുണ്ട്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലുമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്, എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഇതാണ് ഖരാവസ്ഥയിലാണ്. പക്ഷേ മെർക്കുറി ഏതവസ്ഥയിലാണ്? അത് ദ്രാവകാവസ്ഥയിലാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും താമ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സാമൂഹ്യ ജീവിതത്തിലും വന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെത്തുന്ന വൈദ്യുതി എത്ര വോൾട്ടാണ്? അത് 230 വോൾട്ടാണ് കേട്ടോ. വീടുകളിലെത്തുന്ന വൈദ്യുതി 230 വോൾട്ടാണ്. വൈദ്യുത ഷോക്കിനെ കുറിച്ച് നോക്കാം. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം വൈദ്യുത ചാലകമാണ്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലേർക്കുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്നതെന്ന് മനസ്സിലായോ? ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹൃദയാഘാതം. വൈദ്യുതാഘാതം മൂലമുള്ള മരണത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹൃദയാഘാതം. മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിൽ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ ശക്തമായ വൈദ്യുത പ്രവാഹമായതിനാൽ മിന്നലേറ്റ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇടിമിന്നൽ എന്താണ്? അതൊരു ശക്തമായ വൈദ്യുത പ്രവാഹമാണ്. അതുകൊണ്ടാണ് ഇടിമിന്നലേൽക്കുമ്പോൾ അപകടങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഷോക്കേറ്റ് കിടക്കുന്ന ഒരാളെ നമ്മൾക്ക് എന്ത് ചെയ്യും? പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമോ? പിടിച്ചു മാറ്റാനല്ല ശ്രമിക്കേണ്ടത്. വൈദ്യുത ബന്ധം ഒഴിവാക്കിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റെന്തെങ്കിലും, അതായത് വൈദ്യുതി കടന്നു പോകാത്ത എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ നമ്മൾ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം. ഹൃദയമിടിപ്പ് നിലച്ചിട്ടില്ലെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നതുവരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ ഷോക്കേറ്റാൽ നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങളാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനറേറ്റർ തന്നിട്ടുണ്ട്. ജനറേറ്ററിൻ്റെ പിക്ചർ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജമായും പിന്നീട് വൈദ്യുതോർജമായും മാറുന്നു. അപ്പോൾ ജനറേറ്ററിലെ ഊർജ്ജ പരിവർത്തനം എങ്ങനെയാണ്? ജനറേറ്ററിൽ ആദ്യം രാസോർജം യാന്ത്രികോർജമായിരുന്നു. യാന്ത്രികോർജം പിന്നീട് എന്താകുന്നു? വൈദ്യുതോർജമായി മാറുന്നു. ഇനി വൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതിയാണ് ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? അത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ് അല്ലേ. അതെവിടെയാണ്? മൂലമറ്റത്താണ് കേട്ടോ. നമുക്കിവിടെ വൈദ്യുതി നമുക്ക് പല വിധത്തിലുണ്ടല്ലേ. താപവൈദ്യുതി നിലയങ്ങളുണ്ട്, ആണവോർജ്ജ നിലയങ്ങളുണ്ട്, കാറ്റാടി പാടങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. നോക്കിക്കേ, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിന് പല സംവിധാനങ്ങളും ഉണ്ട്. അതിലൊന്നാണ് സോളാർ സെല്ലുകൾ അല്ലേ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ. ഭാവിയിൽ വരുന്ന ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് സൗരോർജ്ജം. ചെലവ് കുറഞ്ഞ രീതിയിൽ സൗരോർജ്ജം പ്രയോജനപ്പെടുത്താനും സാങ്കേതിക വിദ്യകൾ ഇന്ന് വികസിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ സോളാർ കാറുണ്ട്, സ്കൂട്ടറുണ്ട്, സോളാർ കുക്കർ, അങ്ങനെ പല പല സാധനങ്ങളും നമുക്കുണ്ട് അല്ലേ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പാഠത്തിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ജനറേറ്ററിൻ്റെ പ്രവർത്തനതത്വം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യം രാസോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, പിന്നീട് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. പിന്നെ നമ്മുടെ കേരളത്തിലെ വൈദ്യുതിയുടെ ഭൂരിഭാഗം ഉൽപ്പാദിക്കുന്നത് എവിടെ നിന്നാണ്? ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നാണ്. അതുപോലെ തന്നെ താപവൈദ്യുത നിലയങ്ങളും ആണവോർജ്ജ നിലയങ്ങളും കാറ്റാടി പാടങ്ങളും ഒക്കെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ എങ്ങനെയാണ്? കൽക്കരിയും ഡീസലും അതുപോലെ തന്നെ തിരമാലയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നടക്കുന്നുണ്ട്. പക്ഷെ അത്ര എമൗണ്ടിലില്ല. എന്നാൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. വൈദ്യുതി ബന്ധം ഈ ഷോക്ക് ഏറ്റ് കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്ന് നോക്കി വെക്കണേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ടത് ഈ പാഠത്തിൽ. ഇനി നമുക്ക് ചെറിയ ചെറിയ പാഠങ്ങളാണേ. നമ്മൾ ഇനി അടുത്ത ലെസണിലേക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പം നമ്മൾ 3-ാം പാഠമാണ് ഇന്ന് പഠിച്ചത്. ആ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? നമ്മുടെ വൈദ്യുതി. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കാം കേട്ടോ. വൈദ്യുതിയുടെ ലോകം എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പം ക്ലാസ് യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകളുമായിട്ട് ഇനി നമ്മൾ തുടർച്ചയായിട്ട് ഈ എല്ലാ സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും SCERT ചാപ്റ്റേഴ്സ് ബേസ്ഡ് ചെയ്തിട്ട് ഇപ്പോൾ പുസ്തകമൊക്കെ മാറിയല്ലോ. അപ്പോൾ പുതിയ പുസ്തകമൊക്കെ നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ എല്ലാം എടുത്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു ഓൾ.